ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ചെയ്താലോ. ഈസി ആയിട്ട് കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പലരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ പുരട്ടി ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. കുറച്ച് മല്ലിയിലയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും ചേർത്ത് അതൊരു പേസ്റ്റാക്കി വയ്ക്കാം. കുറച്ച് സവാളയും തക്കാളിക്ക് ഒരു 3-4 തക്കാളിക്കും ഒരു ക്യാപ്സിക്കവും നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് അതൊന്ന് എണ്ണയിൽ വാട്ടിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വാട്ടി വെച്ച വെജിറ്റബിളെല്ലാം ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ചിക്കൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത വെജിറ്റബിളെല്ലാം കൂടെ വാട്ടിയത് അരച്ചെടുത്ത പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ പുരട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് പുരട്ടി കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. ഉപ്പൊക്കെ ശരിയായോ എന്ന് നോക്കണം. നമ്മൾ എപ്പോഴും ആദ്യം കുറച്ച് തിളച്ചിട്ട് നല്ല സിമ്മിലിട്ട് ഒരു 3/4 മണിക്കൂർ വേവണം. ഉപ്പ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഞാനൊരു പൊട്ടറ്റോയും കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഉപ്പ് അളവ് തെറ്റി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടറ്റോ നല്ലപോലെ കട്ട് ചെയ്ത് ചേർത്താൽ മതിയാകും. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഈസിയും എളുപ്പവുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഈ ചിക്കൻ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലപോലെ ടേസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക.